സുപ്രീം കോടതി നടത്തുന്ന ശക്തമായ ഇടപെടലുകളും വിധികളുമെല്ലാം ഓരോ ദിവസത്തെയും വലിയ വാർത്തകളാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NCERT പാഠപുസ്തകത്തിലെ ജുഡീഷ്യറിക്കെതിരായ അഴിമതി പരാമർശമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി വാർത്തകളിലൊന്ന്. ഇതുകൂടാതെ വേറെയും സുപ്രധാന ഇടപെടലുകളും ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. NCERTക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്ന് സുപ്രീം കോടതി തിരിച്ചടിച്ചത്. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കത്തെ എതിർക്കുമെന്നും വേണ്ടത് ചെയ്യുമെന്നുമാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത്. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി രജിസ്ട്രി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യറിയും സർക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്കാണോ NCERT വിവാദം വഴി തുറന്നത്? സുപ്രീം കോടതിയിൽ ഇന്ന് സംഭവിച്ച സുപ്രധാന സംഭവങ്ങൾ എന്തൊക്കെ കാണാം RD എക്സ്ട്രാ. NCERTയുടെ 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പുതിയ പാഠഭാഗം ഉൾപ്പെടുത്തിയത്. ദ റോൾ ഓഫ് ദ ജുഡീഷ്യറി ഇൻ അവർ സൊസൈറ്റി എന്ന ചാപ്റ്ററിലാണ് കറപ്ഷൻ ഇൻ ദ ജുഡീഷ്യറി എന്ന വിവാദ ഭാഗം ഉൾപ്പെടുത്തിയത്. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും NCERTയുടെ പുതിയ പാഠഭാഗം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ചീഫ് ജസ്റ്റിസ് തുറന്നടിച്ചത്. NCERTയുടെ നടപടിയിൽ കടുത്ത അതൃപ്തി അറിയിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി NCERTയുടെ ഈ നീക്കം ബോധപൂർവമാണെന്നും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും പറഞ്ഞു. 8ാം ക്ലാസ്സിലെ കുട്ടികളെ നീതിന്യായ വ്യവസ്ഥ അഴിമതി നിറഞ്ഞതാണെന്ന് പഠിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്ന് കപിൽ സിബലും കോടതിയിൽ പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തിനെതിരെയും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉള്ളുവെങ്കിലും വോട്ടെടുപ്പ് നിർബന്ധമാക്കണമെന്നും അടക്കമുള്ള സുപ്രധാനമായ ഇടപെടലുകളും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. നീതിന്യായ വ്യവസ്ഥകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന തലക്കെട്ടിൽ പുതിയ പാഠഭാഗം കോടതികളിലെ കേസുകളിലെ ബാഹുല്യം, ജഡ്ജിമാരുടെ കുറവ്, സങ്കീർണ നിയമന നടപടികൾ എന്നിവയൊക്കെയാണ് വിവരിക്കുന്നത്. ജുഡീഷ്യറിക്കകത്തെ വിവിധ തലങ്ങളിലെ അഴിമതിയെക്കുറിച്ചും പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അഴിമതി കാരണം ദരിദ്രരായ ആളുകൾക്ക് നീതി ലഭിക്കുന്നത് തടസ്സപ്പെടുന്നു എന്നും പാഠഭാഗത്ത് പറയുന്നു. 2017-നും 2021-നും ഇടയിൽ ജുഡീഷ്യറിക്കെതിരെ 1600ഓളം പരാതികൾ ലഭിച്ചു എന്നും പുസ്തകത്തിൽ ഉണ്ട്. പഴയ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഘടനയും പ്രവർത്തനവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സുപ്രീം കോടതിയിൽ ഏകദേശം 81,000 കേസുകളും ഹൈക്കോടതിയിൽ 62,40,000 കേസുകളും കെട്ടിക്കിടക്കുന്നതായും പുസ്തകത്തിലുണ്ട്. ജില്ലാ സബോർഡിനേറ്റ് കോടതികളിൽ ഏകദേശം 4,70,00,000 കേസുകളും കെട്ടിക്കിടക്കുന്നു എന്നാണ് പുസ്തകത്തിലുള്ളത്. സുപ്രീം കോടതിയുടെ മറ്റ് ചില ഇടപെടലുകൾ കൂടി നോക്കാം. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങളും മീമുകളും കാർട്ടൂണുകളും പാടില്ല എന്ന് സുപ്രീം കോടതി. നെറ്റ്ഫ്ലിക്സ് ചിത്രം ഗുസ്കർ പണ്ഡത്തിന്റെ തലക്കെട്ടിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് നിരീക്ഷണം. യാദവ് കി ലവ് സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ഹിന്ദു പെൺകുട്ടി മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുന്നത് ദേശീയ ഘടനയെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. സിനിമയുടെ പേര് എങ്ങനെയാണ് സമുദായത്തെ മോശമായി പ്രതിഫലിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. വോട്ടവകാശം നിർബന്ധമാക്കേണ്ടി വന്നേക്കാമെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ഇന്നുണ്ടായി. ഒരു സ്ഥാനാർത്ഥി മാത്രമാണെങ്കിലും നോട്ട ഉപയോഗിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇതിപ്പോൾ കുറേ വിഷയമുണ്ട്. അതിനകത്ത് നമ്മൾ പ്രധാനമായും എടുക്കേണ്ടത് ഈ സുപ്രീം കോടതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പാഠഭാഗങ്ങൾ NCERT ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും അതിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെക്കുറിച്ചുമാണ്. എന്താ സനീഷ്? അതെ, അതിനകത്ത് ഹർഷ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് എനിക്കിത് ആദ്യത്തെ കേൾവിയിൽ തന്നെ തോന്നി. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ച ആ രോഷം അംഗീകരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. അത് മതിയായ കാരണമുള്ളതാണ് എന്നെനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിനകത്ത് കണ്ടല്ലോ, കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ NCERT ജുഡീഷ്യറിയുടെ സംവിധാനം എന്താണെന്ന് നേരത്തെയും പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ മറ്റ് NCERTയിൽ മാത്രമല്ല മറ്റ് പാഠ പദ്ധതികളിലും അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ, പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിനകത്ത് ജുഡീഷ്യറി ആകെ അഴിമതി നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ജുഡീഷ്യൽ അഴിമതി കൂടെയുണ്ട്, ഇത്രമാത്രം കെട്ടിക്കിടക്കുകയാണ്, അതിൻ്റെ കാര്യക്ഷമതയില്ലായ്മ എന്ന കാര്യം 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് അത്രക്ക് നിഷ്കളങ്കമായിട്ടൊരു കാര്യമാണോ എന്നെനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, നമ്മുടെ നാട്ടിൽ ഉള്ള സംവിധാനങ്ങളിൽ ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട്, ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്തുള്ളത്രക്ക് വലിയ അഴിമതി ജുഡീഷ്യറി രംഗത്തുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തില്ലേ? അപ്പോൾ രാഷ്ട്രീയ മേഖലയിലെ അഴിമതി എന്ന് പഠിപ്പിക്കാത്ത ഒരു NCERT എന്തിനാണ് ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട് എന്ന്, അതും 8ാം ക്ലാസ്സിലുള്ള കുട്ടികളോട്, എന്ന് വെച്ചാൽ ഭാവിയിലെ പൗരന്മാരായിട്ട് വരാനുള്ള ആളുകളോട് ജുഡീഷ്യറി കുഴപ്പം നിറഞ്ഞാണെന്ന് പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന സംശയം സ്വാഭാവികമായിട്ട് വരില്ലേ? ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതി എന്ന് വെച്ചാൽ എത്രത്തോളം വലുതാണ് ഹർഷ. അതായത് കോൺഗ്രസിൻ്റെ സർക്കാരുകളുടെ കാലത്തുണ്ടായിരിക്കുന്ന അഴിമതിയെപ്പറ്റി നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ സംസ്ഥാനത്തെയും അതാത് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ എത്രയൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, കോൺഗ്രസ് ഒന്നും കൂട്ടണ്ട. ഇനി ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ കാലത്താണ്
ഏറ്റവും വലിയ എന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലത്ത് ശവപ്പെട്ടി, അതായത് ഓർമ്മയുണ്ടല്ലോ ശവപ്പെട്ടി കുംഭകോണം, അതായത് നമ്മുടെ ധീര ജവാന്മാർ മറ്റു രാജ്യത്തോടുള്ള യുദ്ധത്തിൽ, ശത്രു രാജ്യത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തോടുള്ള ഒരു യുദ്ധത്തിനകത്ത് വീരമൃത്യു വരിച്ചപ്പോൾ അവരുടെ മൃതശരീരം കൊണ്ടുപോകാനുള്ള ശവപ്പെട്ടിയിൽ കുംഭകോണം നടത്തിയ ആളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ. ഇത്തരം വലിയ രാഷ്ട്രീയ അഴിമതി നടത്തുന്ന സംഘങ്ങൾ ഇപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളായിട്ടുണ്ടായിരിക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഇത് ധൈര്യം വെച്ചിട്ട് അവർ ഈ അഴിമതി, ജുഡീഷ്യൽ അഴിമതി എന്ന് വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് വളരെയേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, അതായത് ജുഡീഷ്യറിയാണ് സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്യന്തിക അഭയസ്ഥാനം അല്ലേ. എന്ന് മാത്രമല്ല ജുഡീഷ്യറിയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണിച്ച മറ്റു രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊക്കെ ഉണ്ടാകുന്ന ഈ മതപരമായിട്ടുള്ള വിദ്വേഷവും ഹെയ്റ്റും ഒക്കെ അതിനെതിരായിട്ടുള്ള സമീപനങ്ങൾ, നിലപാടുകൾ വല്ലപ്പോഴുമെങ്കിലും ആണെങ്കിൽ പോലും ഇതിനകത്തുനിന്ന് വരികയാണ്, ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. അപ്പോഴാണ് ജുഡീഷ്യറിയുടെ അടിസ്ഥാനത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് ഇവർ പഠിപ്പിക്കുന്നത് അങ്ങേയറ്റം ദുഷ്ടബുദ്ധിയോടെ ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്തതാണ് എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് മാത്രം പറയട്ടെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ വ്യാപം അഴിമതിയോ ആദർശ് ഫ്ലാറ്റ് കുംഭകോണമോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ എന്താണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോ ഇത് വല്ലതും 8ാം ക്ലാസ്സിലുള്ള പിള്ളേർ പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അതൊന്നും പഠിക്കുന്നില്ല. പകരം ജുഡീഷ്യറി എന്നത്, അതായത് പൗരൻ്റെ അവസാനത്തെ ആശ്രയം എന്ന് അവൻ വിചാരിക്കുന്ന ജുഡീഷ്യറിയാണ് ഏറ്റവും കുഴപ്പം പിടിച്ചതെന്ന് എങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങുക? അതിലൊരു പ്രശ്നം, ജുഡീഷ്യറിയിൽ അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഴിമതിയുണ്ട്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ജുഡീഷ്യറിയുടെ ഭാഗമായിരിക്കുന്നവർ തന്നെ, ന്യായാധിപന്മാർ തന്നെ പല ആവർത്തി പറഞ്ഞു പോയതാണ്. അതിൽ തിരുത്തൽ പ്രക്രിയ വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു പോയതാണ്. പക്ഷേ തനീഷ്, ഇതിപ്പോൾ പൊളിറ്റിക്സിൽ ഉള്ള അഴിമതിയെക്കുറിച്ച് എവിടെയും തൊടുന്നില്ല. പകരം ജുഡീഷ്യറി എന്നത് നിന്റെ അവസാന ആശ്രയമായ ജുഡീഷ്യറി മൊത്തം അഴിമതി നിറഞ്ഞതാണ് എന്ന് ആദ്യമേ പഠിപ്പിച്ചു പോകുന്നത് ഭരണഘടനയിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സംശയമില്ലാതെ ഞാൻ കരുതുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ NCERT ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ കാലയളവിൽ? അതായത് മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടതൊന്നും തൽക്കാലം ഇപ്പോൾ പഠിക്കാനില്ല. അതായത് ചരിത്രം ആ മട്ടിൽ തുടച്ചു നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള 11-12 ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സമ്പൂർണ്ണമായി തന്നെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആൻറ്റി മുസ്ലിം റയോട്ട് ആണ് ഉണ്ടായത് എന്നുള്ള സംഗതി അതിലില്ല. അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. വാക്കുകളും എല്ലാ പ്രയോഗങ്ങളും, അതായത് ലാർജ് സ്കെയിൽ വയലൻസ് അഗെയിൻസ്റ്റ് മുസ്ലിംസ് എന്നുള്ള ഭാഗമെല്ലാം പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത്, അദ്ദേഹം വർഗീയവാദികളെ എങ്ങനെയൊക്കെയാണ് എതിർത്തത് എന്നുള്ളത്, നാഥുറാം ഗോഡ്സെയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് NCERT. ആ NCERTക്ക് ഇപ്പോൾ ജുഡീഷ്യറി കുഴപ്പത്തിലാണെന്ന് പിള്ളേരെ പഠിപ്പിക്കണം. ഇതാണ്, അതായത് ചരിത്രത്തിലെ ഈ നിർണായകമായ സംഗതികളുടെ ഇനി അതുപോട്ടെ ശാസ്ത്രീയമായുള്ള അടിത്തറ ഉണ്ടാക്കുന്നതിന്, യുക്തിസഹമായി ചിന്തിക്കുന്നതിന്, സയൻറ്റിഫിക് ട്രെമ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഒരു കാലത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പരിണാമ സിദ്ധാന്തം അടക്കമുള്ളവ ക്ലാസ് 9-10 ക്ലാസ്സുകളിൽ നിന്ന് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അടക്കമുള്ളവ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് 11-12 ക്ലാസ്സുകളിലേക്ക് വിവാദമായി കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഈ എന്താണ് NCERT പാഠഭാഗങ്ങളിൽ ഒഴിവാക്കലുകളിൽ ഈ ഭാഗങ്ങളെല്ലാമാണ് ഒഴിവാക്കിയതെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജുഡീഷ്യറിയിലെ അതായത് ഭരണഘടനയെ അവിശ്വസിക്കാൻ പോകുന്ന ചില സംഗതികൾ പ്രത്യേകം ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. ആ കാര്യത്തിൽ സുപ്രീം കോടതി കർശനമായി ഇടപെട്ട് ഈ കാര്യത്തിൽ തിരുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ പോലും കൃത്യമായി സുപ്രീം കോടതി ഇടപെടാറില്ല എന്നുള്ള പ്രശ്നം ഈ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇവിടെ സുപ്രീം കോടതി ഇടപെടേണ്ടതുണ്ട്. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടി പറയട്ടെ. അതായത് എനിക്കിത്തരം ഈ ജുഡീഷ്യറിയെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ജുഡീഷ്യറി ഈ സംവിധാനത്തെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ശ്രമങ്ങൾ കാണുമ്പോഴും ഇത് അങ്ങനത്തെ ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിചാരത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാ ശ്രമങ്ങളും കാണുമ്പോൾ എനിക്ക് പാകിസ്ഥാനെ ഓർത്ത് പാകിസ്ഥാൻ്റെ തെളിവ് ഓർത്തിട്ട് എനിക്ക് ഭയം വരാറുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഇങ്ങനെയാണ്, ഭരണാധികാരം ഒരു ഭാഗത്ത്, ജുഡീഷ്യറി ഒരു ഭാഗത്ത്, പട്ടാളം മറ്റൊരു ഭാഗത്ത്, ഭീകരവാദികൾ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷേ സുഘടിതമായിട്ടുള്ള ജുഡീഷ്യറി, സുഘടിതമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഇങ്ങനെ പരസ്പരം താങ്ങി നിന്നിട്ട് ജനാധിപത്യത്തെ നന്നായിട്ട് കൊണ്ടുപോകുന്നൊരു സംവിധാനമായിരുന്നു. അതിൻ്റെ എല്ലാ പരിമിതികൾക്കകത്തും ഈ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും ആ നിലക്ക് അത്യാവശ്യം സുഘടിതമായിട്ട് നിന്നതാണ്. അതിനെ വല്ലാതെ അങ്ങോട്ട് നശിപ്പിക്കുന്ന, അതിൻ്റെ ഗ്രൗണ്ട് തകർത്തുകൾ എന്ന പരിപാടി സാധാരണ രാഷ്ട്രീയ ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തിടത്തെല്ലാം, അതായത് ജുഡീഷ്യൽ സംവിധാനവും നിയമ സംവിധാനവും തകർക്കാൻ വേണ്ട ഇത്തരം ഒളിപ്പണികൾ ചെയ്തിടത്തെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുള്ളത് രാജ്യമാകെ തന്നെയാണ്, സമൂഹമാകെ തന്നെയാണ്, ഈ സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ട് പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കൊരു ബേജാറ് തോന്നും എന്ന കാര്യം വസ്തുതയാണ്. അതെ.
ഇന്നിപ്പോൾ സുപ്രീം കോടതി നടത്തിയ പ്രധാന ഇടപെടലുകളെല്ലാം വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റ് പലതും ചർച്ചയ്ക്ക് എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള NCERT പാഠപുസ്തകത്തിലൂടെയാണ് ജുഡീഷ്യറിക്കെതിരെയുള്ള വിമർശനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ അതിനെ എതിർക്കുന്നത്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതും കാത്തിരുന്ന് നമ്മൾ കാണേണ്ടതാണ്. ജനാധിപത്യത്തിൽ പൗരൻ്റെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നായ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഇടപെടൽ. വോട്ട് ഓരോ പൗരൻ്റെയും അവകാശമാണെന്ന് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു കോടതി. വിദ്വേഷ പ്രസംഗത്തിനെതിരെയും സുപ്രീം കോടതി ഇന്ന് ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിച്ചു. എന്നാൽ അപ്പോഴും രാജ്യത്ത് വിദ്വേഷ പ്രസംഗങ്ങളും പരാമർശങ്ങളും അനുദിനം വർദ്ധിക്കുകയാണ് എന്ന കാര്യവും നമ്മൾ മറക്കരുത്.